നിങ്ങളെ ചോദ്യം ഇതാണ്: വൃത്താകൃതിയിലുള്ള കളിസ്ഥലത്തിൻ്റെ വ്യാസം 49 മീറ്റർ, ഡയമീറ്റർ തന്നിട്ടുണ്ട്. മീറ്ററിന് 20 രൂപ നിരക്കിൽ ആ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ ചിലവ് എത്ര രൂപയെന്ന. അപ്പം തന്നിരിക്കുന്നത് ഡയമീറ്ററാണ്. ഡയമീറ്റർ എത്ര എന്ന് പറയുന്നു? 49 മീറ്ററാണ്. അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രയാണ്? അതിൻ്റെ പകുതിയാണ്. റേഡിയസ് 49/2 മീറ്ററാണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ശരി. അങ്ങനെയെങ്കിലേ ആ വൃത്താകൃതിയിലുള്ള കളിസ്ഥലത്തിന് ചുറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ചുറ്റളവാണല്ലോ, സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ്. ചുറ്റളവിൻ്റെ ഇക്വേഷൻ പറ. ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ 2πr ആണ്. അപ്പം 2πrൻ്റെ വാല്യൂ എന്താണോ അത്രയും നീളത്തിലാണ് വേലി കെട്ടേണ്ടത്. അതാണ് അതിൻ്റെ ലോജിക്ക്. ക്ലിയർ ആയോ? നമുക്ക് വിലയൊന്ന് കണ്ടാലോ. 2 ഇൻറ്റു പൈയുടെ വില എത്രയാ? 22/7 ഇൻറ്റു r. ഇപ്പം നമ്മൾ എഴുതി വെച്ചു 49/2. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ക്യാൻസലേഷൻ എങ്ങനെ? ഈ രണ്ടും വെട്ടിപ്പോവും. 7 49നെ ക്യാൻസൽ ചെയ്യും. 7 ഗുണം 7 49. ബാക്കി എന്ത് വന്നു? 22 ഗുണം 7 154 മീറ്ററാണ് അതിൻ്റെ ചുറ്റളവ്. ശരി. ഇനി വേലി കിട്ടുന്ന എക്സ്പെൻസ് എത്ര എന്നാണ് പറയുന്നത്? 1 മീറ്ററിന് 20 രൂപ നിരക്കാണ്. നമുക്ക് എത്ര മീറ്ററാണ് വേലി കെട്ടേണ്ടത്? 154 മീറ്ററാണ്. 1 മീറ്ററിന് 20 രൂപ നിരക്കാണെങ്കിൽ ഈ 154 മീറ്റർ വേലി കെട്ടാൻ 154 ഗുണം 20 എത്രയാത്? 3080 രൂപയുടെ ചിലവാണ് അത്രയും വേലി കെട്ടാനായിട്ട്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ, താങ്ക് യു.